നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. VS അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. ബുധനാഴ്ച രാവിലെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പൊതു അവധി. വിടവാങ്ങിയത് സമരപദങ്ങളിലെ സൂര്യൻ. 1964 CPM രൂപീകരിക്കാൻ നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ. ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന ജനനേതാവായിരുന്നു VS. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. പുന്നപ്ര വയലാർ സമരസേനാനിയായ VSന്റെ രാഷ്ട്രീയമായ പരുവപ്പെടൽ ആലപ്പുഴയിൽ നിന്നുമായിരുന്നു. VS അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച
ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തേവലക്കര കോയിവള സ്വദേശി അതുല്യ ശേഖറിനെയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തേവലക്കര കോയിവിള മേലേജത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ എസ് രാജശേഖരൻ പിള്ളയുടെ മകൾ ടി അതുല്യ ശേഖറിനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാസ്താംകോട്ട മനക്കര സജി നിവാസിൽ സതീഷ് ശങ്കറിനെതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയാണ് സതീഷിനെതിരെ കേസെടുത്തത്. SI എൽ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തി അതുല്യയുടെ അമ്മ തുളസിഭായിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം, കൈകൊണ്ടും ആയുധം കൊണ്ടും മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ 6ലധികം വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. SHO S ശ്രീകുമാറിനാണ് അന്വേഷണ ചുമതല. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ തേടിയിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഷാർജ പോലീസിലും പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 2014 ഇവരുടെ വിവാഹം. 43 പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനം വാങ്ങിയാണ് മകളെ വിവാഹം കഴിച്ചതെന്നും ശാരീരികമായും മാനസികമായും മകളെ പീഡിപ്പിച്ചിരുന്നെന്നും 19 പുലർച്ചെ ഫ്ളാറ്റിൽ വെച്ച് മകളെ കൊലപ്പെടുത്തിയെന്നുമാണ് അമ്മയുടെ മൊഴി. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഒരുക്കം പുരോഗമിക്കുന്നു. 24-ന് പുലർച്ചെ 4 മുതൽ വൈകിട്ട് 5 വരെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. തൃക്കരിവ കുറ്റിയഴികം ദേവസ്വം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ 24-ന് പുലർച്ചെ 4-ന് ആരംഭിച്ച് വൈകിട്ട് 5-ന് സമാപിക്കും. തൃക്കരിവ കുറ്റിയഴികം ദേവസ്വം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. അവിടുത്തെ ബാഹുബലി ജൂലൈ മാസം 24-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ആരംഭിച്ചു വൈകുന്നേരത്ത് വൈകിട്ട് 5 മണിക്ക് സമാപിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലെ ഏക ത്രിവേണി സംഗമമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതായത് അറബിക്കടലിലും കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തുന്നത്. ജ്യോതിഷ പണ്ഡിതനും തന്ത്രിയുമായ വന്മേള PV വിശ്വനാഥൻ ശാന്തി, V ശിബുശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രശസ്ത വാസ്തുശാസ്ത്രജ്ഞനും ജ്യോതിഷനും തന്ത്രിയുമായ വന്മേള വിശ്വനാഥൻ ശാന്തി, അതുപോലെ തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ശാന്തിയുമായ ശ്രീ ശിവശാന്തി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. അവരോടൊപ്പം തന്നെ 25-ൽ പരം സഹകാർമ്മികരും പങ്കെടുക്കുന്നുണ്ട്. അതായത് ഒരു ബലിപ്പുരയിലെ 2 ബലിപ്പുരയാണുള്ളത്. ഞങ്ങൾക്ക് 2 ബലിപ്പുരയായിട്ട് ഒരു നേരം തന്നെ 1000-ഓളം പേർക്ക് ഒരേ സമയത്ത് ബലിയിടാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അന്ന് 24-ാം തീയതി മിക്കവാറും ബസ്സവരമാണെങ്കിൽ ഞങ്ങൾ KSRTC സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യാനുസരണം KSRTC സ്പെഷ്യൽ സർവീസ് നടത്താമെന്ന് അവർ ഏറ്റെടുക്കുന്നു. ഒരേ സമയം 2000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തിലഹോമം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്താനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പൂജകൾക്ക് മേൽശാന്തി തൃക്കരിവ സുകുമാരൻ, നിത്യശാന്തി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം, അഞ്ചാലിമോട്, കുണ്ടറ എന്നിവിടങ്ങളിൽ നിന്നും വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് KSRTC ബസ് സർവീസുകളും നടത്തും. സ്വകാര്യ ബസ് സർവീസുകളും ഉണ്ടാകും. വാഹന പാർക്കിങ്ങിനും ദേവസ്വം സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റ് മങ്ങാട് സുബിൻ നാരായൺ, സെക്രട്ടറിമാരായ ഡോക്ടർ KV ഷാജി, DS സജീവ, ജോയിന്റ് സെക്രട്ടറി PN ആനന്ദക്കുട്ടൻ, V ശിബുശാന്തി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാത്രിയായാൽ ഇരുട്ടിലായി പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടെ രൂക്ഷമാണ്. സാമൂഹ്യവിരുദ്ധ ശല്യവും രാത്രികാലങ്ങളിൽ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ പുനലൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ലൈറ്റ് ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. വെളിച്ചമില്ലാത്തതിൻ്റെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും ഇവിടെ പതിവാണ്. രാത്രികാലങ്ങളിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലെ കടകളിലെത്തുന്നവർക്കും വെളിച്ചമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ഇതുവരെയും ഇക്കാര്യത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മാസങ്ങളായി വെളിച്ചമില്ല. എന്നാൽ ഇക്കാര്യം അറിയാമായിരുന്നിട്ടും
ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനംനൊന്ത് ആത്മഹത്യക്കുറിപ്പ് എഴുതിവെച്ച് +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പത്തനാപുരം പിറവന്തൂർ ചേകം മഞ്ജു നിവാസിൽ ആർട്ടിസ്റ്റ് മനോജ് അഞ്ജു ദമ്പതികളുടെ മകൾ നിസിമോളാണ് മരിച്ചത്. മനോജിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് നിസിമോൾ താമസിച്ചു വന്നത്. മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനംനൊന്താണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. പത്തനാപുരം പിറവന്തൂർ ചേകം മഞ്ജുവിലാസത്തിൽ ആർട്ടിസ്റ്റ് മനോജ് അഞ്ജു ദമ്പതികളുടെ മകൾ നിസിമോളാണ് മരിച്ചത്. മനോജിന്റെ മാതാപിതാക്കൾക്കൊപ്പം ചേകത്തെ വീട്ടിലാണ് നിസിമോൾ താമസിച്ചു വന്നത്. മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിലും ഒറ്റപ്പെടലിന്റെ ദുഃഖവും അറിയിച്ച് 4 പേജിലാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു നിസിമോളെ കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. ചെന്നൈയിലുള്ള പിതാവും മനോജ് എത്തിയ ശേഷം സംസ്കാരം നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിലാണ് ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഇത് സംബന്ധിച്ച നോട്ടീസ് സതീഷിന് ബന്ധപ്പെട്ട കമ്പനി അയച്ചു നൽകിയിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനായി കേരളത്തിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കും. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. എത്ര വീഡിയോ മോളെ ബോറ നിനക്ക് ബോറാവുന്നില്ല? കഷ്ടമാണെന്നില്ല. നീ എത്ര വീഡിയോ എടുത്തു പോകും? എന്ത് രസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കാണ് മതി. എന്ത് രസമാണ്, എന്ത് രസമുള്ള മൂക്കാണ്. നിനക്ക് തന്നെ ബോറാവുന്നില്ല? എത്ര വീഡിയോ എടുക്കുന്നേ? അവസാനം കൊണ്ട് കഴിക്കാൻ വേണ്ടി വെച്ച് അതും ചൂടാക്കി കൊണ്ട് നശിപ്പിച്ചു. നിനക്ക് എന്തിൻ്റെ കഴിയാണ്? അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും ചേരും. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് ചുമതലപ്പെടുത്തിയത്. SHO A. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ദുബായിലെ കോൺട്രാക്ടിംഗ് സ്ഥാപനത്തിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയാണ് ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷ്. ന്യൂസ് ബ്യൂറോ, ചവറ. ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാലയ്ക്ക് നിർമ്മിച്ച TO രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത്. ആദരവ് വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം, വായനാ വസന്തം ഉദ്ഘാടനം എന്നിവയും നടത്തി. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ 1-ാം നിലയിൽ നിർമ്മിച്ച TO രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത്. കോവൂർ കുഞ്ഞുമോൻ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചായിരുന്നു ഉദ്ഘാടനം. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാലയ്ക്ക് മുകൾനില കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് മുന്നോടിയായി നടന്ന ഒരു സമ്മേളനത്തിൽ എല്ലാവരുടെ ആഗ്രഹം TO രാമചന്ദ്രൻ അവരുടെ പേരിലായിരിക്കണം ഇതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫണ്ടിന് AS കിട്ടി, TS കിട്ടി, എല്ലാ അനുമതിയും ലഭിച്ചതിന് ശേഷം ഗ്രന്ഥശാല ഭാരവാഹികളുടെ ഒരു നിർദ്ദേശം കൂടി ഞാൻ വെച്ചിരുന്നു. TO രാമചന്ദ്രനും ബഹുമാനനായ KG രാമകൃഷ്ണപിള്ള സാറിൻ്റെ കൂടി പേര് വെക്കണമെന്ന് എൻ്റെ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരവാഹികളെല്ലാം ആലോചിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അത് പ്രശ്നമില്ല, നമ്മൾ പ്രഖ്യാപിച്ചത് TO രാമചന്ദ്രൻ്റെ അവരുടെ പേര് മാത്രം മതിയെന്ന് പറഞ്ഞു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ശ്രീജ അധ്യക്ഷത വഹിച്ചു. പരിപാടികൾ നമ്മുടെ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥകൾ അനുസരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുറേ പ്രശ്നങ്ങൾ ഇപ്പൊ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നവരെയൊന്നും അല്ല പറയുന്നത്, പൊതുവിൽ മയക്കുമരുന്ന് അടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധിയായ നമ്മൾക്ക് മനുഷ്യന്റെ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രത്തിൽ വന്ന സമയങ്ങളിൽ, നമ്മൾ കേട്ട സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം ലൈബ്രറി കൗൺസിൽ വിളിച്ചിരുത്തുകയും അതിന്റെ ബോധവൽക്കരണം നടത്തുകയും അതിന്റെ ക്ലാസുകൾ നടത്തുകയും
അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വളരെ വിപുലമായ ഒരു പരിപാടി സംസ്ഥാന സർക്കാരിനോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും നടത്തിയിരുന്നു. അതിന് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിരവധിയായ ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. കെ വിജയൻപിള്ള സ്വാഗതം പറഞ്ഞു. ജി വേലായുധൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കാപ്പക്സ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ LCD പ്രൊജക്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് RS അനിൽ വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S ശശികുമാർ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഗീതാഭായി, PK പ്രിയങ്ക, G നന്ദകുമാർ, ഡോക്ടർ Y ജോയി, KC സുഭദ്രാമ, ചന്ദ്രൻ കിഴക്കേടം, PK ജയകൃഷ്ണൻ, R ശ്രീകുമാർ, സുരേഷ് ഉത്രാടം, V ശശീന്ദ്രൻ, ആര്യ രവി, അനന്തു B, വിശ്വജിത്ത് SR, R ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വളം വില വർധനവിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രാസവളങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷേഖ് പി ഹാരിസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ കർഷക സമരം ഇനിയും നാളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാ കർഷകരും ആ സമരങ്ങളുടെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ആ കർഷക സമരങ്ങളെ വിജയിപ്പിക്കുന്നത് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ കർഷക സഖാക്കളെയും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M നസീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ആസാദ്, ജില്ലാ കമ്മിറ്റി അംഗം G ഹരികുമാർ, P സുരേഷ് കുമാർ, R ജയകുമാർ, ഹുസൈൻ കളീക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ആലുവയിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കണ്ണനല്ലൂർ വെളിച്ചിക്കാല സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിലെ ലോഡ്ജിലായിരുന്നു സംഭവം. ആലുവ നഗരത്തിൽ തോട്ടുങ്കൽ ലോഡ്ജിലാണ് കഴിഞ്ഞ അർദ്ധരാത്രി സംഭവമുണ്ടായത്. അഖിലയും സുഹൃത്ത് ബിനുവും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ടെന്നാണ് ലോഡ്ജ് ജീവനക്കാർ പറയുന്നത്. ആദ്യം യുവാവാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. കുറച്ച് സമയത്തിനു ശേഷം യുവതി ലോഡ്ജിലെത്തി. മുറിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും യുവതിയെ കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് സൂചന. തന്നെ വിവാഹം കഴിക്കണമെന്ന യുവതിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് വഴക്കുണ്ടായതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം യുവാവ് തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് മൃതദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ സുഹൃത്തുക്കളാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NSS കൊല്ലം താലൂക്ക് യൂണിയൻ ശില്പശാല നടത്തി. കരയോഗങ്ങളുടെയും വനിതാ സമാജങ്ങളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്താനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. NSS കൊല്ലം താലൂക്ക് യൂണിയൻ ശില്പശാല നടത്തി. NSS രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്ഥലങ്ങളിലെ ആധ്യാത്മികമായി 20 കാര്യങ്ങളെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് സെക്രട്ടറി എന്ന ഒരു റിപ്പോർട്ടിൽ കാണുന്നത്. ഞാൻ ഈ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളെ പറ്റി വളരെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്രട്ടറി വളരെ ആലോചിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായ ആധ്യാത്മിക പഠന കേന്ദ്രമാണ്. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ പേര് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്യാസിമാരാക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മുടെ മതവും നമ്മുടെ സംഘടനയും ഒക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഓരോ കുഞ്ഞുങ്ങളെയും അവരെ ധൈര്യമുള്ള നല്ല പൗരന്മാരായി വളർത്തിയെടുക്കും. യൂണിയൻ അഡ്കോ കമ്മിറ്റി ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംഘടനാ ശാഖാ മാനേജർ B ഗോപാലകൃഷ്ണൻ നായർ, കൊട്ടാരക്കര യൂണിയൻ സെക്രട്ടറി C അനിൽകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു.
അരുൺ രാജ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാരി നാരായണൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ കല്ലട വിജയൻ, ആർ ശശിധരൻ നായർ, തച്ചെഴുത്ത് വേണുഗോപാൽ, മണക്കാട് സുരേഷ്, വേണു ജെ പിള്ള, ബി സുരേഷ് കുമാർ, യൂണിയനിലെ 144 കരയോഗങ്ങളിൽ നിന്നുള്ള കരയോഗം വനിതാ സമാജം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൃഷ്ണപരന്തിന് പുതുജീവൻ നൽകി രക്ഷാപ്രവർത്തകർ. പട്ടം കെട്ടിയ നൂലിൽ കുരുങ്ങിയ പരുന്തിനാണ് ഇവർ രക്ഷകരായത്. കൊല്ലം ബീച്ചിലെത്തുന്ന സന്ദർശകർ പട്ടം വാങ്ങി പറപ്പിക്കുന്ന നൂലിലാണ് പരുന്ത് കുരുങ്ങിയത്. പട്ടം കെട്ടിയ നൂലിൽ കുരുങ്ങിയാണ് ശ്രീകൃഷ്ണ പരുന്തിന് പരിക്കേറ്റത്. കൊല്ലം ബീച്ചിലായിരുന്നു സംഭവം. ബീച്ചിലെത്തുന്ന സന്ദർശകർ പട്ടം വാങ്ങി പറപ്പിക്കാറുണ്ട്. ഇതിന്റെ നൂലാണ് ശ്രീകൃഷ്ണ പരുന്തിന്റെ ദേഹത്ത് ചുറ്റിയത്. സംഭവം കണ്ണനല്ലൂർ സ്വദേശിയായ നവാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരുന്ത് ആക്രമിക്കുമെന്ന ഭയത്താൽ ബീച്ചിലെ ജീവൻ രക്ഷാ പ്രവർത്തകരെ വിവരമറിയിച്ചു. ലൈഫ് ഗാർഡുമാരായ അമ്പിളി, ഉണ്ണിക്കുട്ടൻ, പ്രഭുകുമാർ, പൊന്നപ്പൻ എന്നിവരെത്തിയാണ് പരുന്തിനെ രക്ഷപ്പെടുത്തിയത്. അപകടമാണ്. പല കാക്ക, ഇതുപോലെ പരുന്ത്, അവരുടെ എല്ലാം കാലി കുരുങ്ങി കഴിഞ്ഞാൽ അതെല്ലാം താഴെ തന്നെ വീണ് അപകടം നേരിട്ട പല സംഭവങ്ങളുണ്ട്. പോസ്റ്റിലൊക്കെ കുരുങ്ങിയിരിക്കും. അപ്പോൾ അതിനൊന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മൾ ഈ കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് ലൈഫ് ഗാർഡ്. ഈ കടലൊരാൾ പോകുന്ന അവർ നോക്കിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പക്ഷേ ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളതിനെ സേവ് ചെയ്യാറുണ്ട്. യാദൃശ്യമായിട്ടൊക്കെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ സേവ് ചെയ്യാറുണ്ട്. ഈ നമുക്ക് എപ്പോഴും നമുക്ക് ഈ പക്ഷികളെ നോക്കി മാത്രം നിൽക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ലൈഫ് ഗാർഡ് നിൽക്കുന്നത്. അതിനിടയിൽ ആരെങ്കിലും യാദൃശ്യമായിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ രക്ഷപ്പെടുത്തി വിടാറുണ്ട്. അവശനിലയിലായ പരുന്തിനെ ലൈഫ് ഗാർഡുകളാണ് സംരക്ഷിക്കുന്നത്. പൂർണ്ണമായും പറക്കാൻ കഴിയുന്നതോടെ ഇതിനെ തുറന്നുവിടുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ, ഏരൂർ, ചടയമംഗലം പ്രദേശങ്ങളിൽ മോഷണം നടത്തിയ തിരുവല്ലം ഉണ്ണിയെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പണവും പലചരക്ക് സാധനങ്ങളും ഉൾപ്പെടെയാണ് ഇയാൾ ഉൾപ്പെടുന്ന സംഘം കവർന്നത്. അഞ്ചൽ, ഏരൂർ, ചടയമംഗലം മേഖലകളിൽ മോഷണം നടത്തിവന്ന തിരുവല്ലം ഉണ്ണിയെയാണ് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ, ഏരൂർ ഭാഗങ്ങളിൽ നിരവധി മോഷണങ്ങൾ നടന്നിരുന്നു. പണവും പലചരക്ക് സാധനങ്ങളും ഉൾപ്പെടെയാണ് ഇയാൾ ഉൾപ്പെടുന്ന സംഘം കവർന്നത്. കാറിലെത്തുന്ന സംഘമാണ് മോഷണം നടത്തി പോകുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കിളിമാനൂർ ഭാഗത്ത് സമാനമായ മോഷണങ്ങൾ നടന്നു. ഏരൂർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തുവന്ന അന്വേഷണത്തിലാണ് 4 പേർ അടങ്ങുന്ന സംഘത്തിലെ ഒരാളെ പിടികൂടിയത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടാളികളെ പറ്റിയുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്നും ശേഖരിച്ച് മറ്റുള്ളവരെ പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് പോലീസ്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ കേസുകളിൽ പ്രതിയാണ് തിരുവല്ലമുണ്ണി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശാസ്താംകോട്ട ആയിക്കുന്നം VDS ഗ്രന്ഥശാലയിൽ വായനോത്സവം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവത്തിന്റെ ഭാഗമായുള്ള ഗ്രന്ഥശാലതല വായനോത്സവമാണ് നടത്തിയത്. 2 വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. ശാസ്താംകോട്ട ആയിക്കുന്നം VDS ഗ്രന്ഥശാലയിലാണ് അഖില കേരള വായനോത്സവത്തിൻ്റെ ഗ്രന്ഥശാലാതല വായനോത്സവം സംഘടിപ്പിച്ചത്. 16 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമായി 2 തലങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ കിഴക്കേടം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ 2-3 വർഷത്തിന് മുമ്പ് UP തല വായനാ മത്സരവും HS തല വായനാ മത്സരവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ മുതിർന്നവർക്ക് 2 വിഭാഗങ്ങൾ, 16 മുതൽ 25 വയസ്സ് വരെയും 25 വയസ്സിന് മുകളിലുള്ള 2 വിഭാഗമായിട്ട് ഇത്തരത്തിലൊരു വായനാ മത്സരം സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ വായനയിലേക്ക് മുഴുവൻ എല്ലാ തലത്തിലും ഏത് പ്രായക്കാരെ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു മുൻഗണന കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥശാലയിലും അത്തരത്തിലൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ഇതിനുവേണ്ടി സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഇതിന്റെ സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ജില്ലാ തലത്തിൽ തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മുതിർന്നവർ ഈ ഗ്രന്ഥശാലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നിലവാരമുള്ള വായനയിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വായനയോട് താല്പര്യമുള്ള ഒരു ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് വെളിയ ദാമോദരൻ ഗ്രന്ഥശാല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് C രാധാകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. K രാജേന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു. G സഹദേവൻപിള്ള, M ദർശനൻ, ലിജി VL, മംഗലത്ത് വാവുപിള്ള, അനന്തുരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറ ചീരങ്കാവിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാർ യാത്രികനായ ഇടവട്ടം സ്വദേശി രാമചന്ദ്രൻ പിള്ളയാണ് മരിച്ചത്. അപകടത്തിൽ കാർ ഡ്രൈവർ ഷാജഹാന് പരിക്കേറ്റു.
ഇടവട്ടം സ്വദേശി രാമചന്ദ്രൻ പിള്ളയാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ രാമചന്ദ്രൻ പിള്ള മരിച്ചു. കാർ ഡ്രൈവർ ഷാജഹാന് പരിക്കേറ്റു. ഷാജഹാനെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച സ്കൂളിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. BJP നേതാവ് ശോഭ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എന്റെയും നിങ്ങളുടെയും ഈ പാവപ്പെട്ട കുട്ടി ഇവരുടെ സർക്കാരിന്റെ അനാസ്ഥ മൂലം പിടഞ്ഞു വീണ മരിച്ചിട്ട് അവൻ എന്തിനാണ് ഈ മരപ്പലക പൊളിക്കാൻ പോയത് എന്ന് ചോദിച്ച വിവരം കെട്ട പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തിനാണ് ബർമുടയിട്ടുകൊണ്ട് നിയമസഭയില് കുഷ്യനുള്ള കസേര നോക്കിയിട്ട് തലകറങ്ങി വീണത് എന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. നിങ്ങൾ കേരളത്തിൽ അധികാര കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യാനുള്ള പരിണിത പക്വതയില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് വിവേകമില്ലാത്തതുകൊണ്ടുമാണ് ഈ പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടി നമ്മെ നഷ്ടപ്പെട്ട് വിട പറഞ്ഞു പോയത്. ഇന്ന് ഹരിപ്പാട് സ്കൂളില് സ്കൂൾ കെട്ടിടവും മതിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ഇന്നലെയെങ്കിൽ അവിടെയും അപകടം സംഭവിക്കുമായിരുന്നു. കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ അനാസ്ഥ കൊണ്ട്, ഇവിടുത്തെ ഫിറ്റ്നസ് കൊടുക്കുന്ന പ്രാദേശിക ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഉത്തരവാദി? BJPയുടെയും മഹിളാ മോർച്ചയുടെയും മണ്ഡലം ജില്ലാ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. ഏതാണ്ട് 150 വർഷത്തെ പഴക്കമുണ്ട് സ്കൂളുകൾക്ക്. സ്കൂളുകളുടെ നവീകരണത്തിനാവട്ടെ അധ്യയന വർഷങ്ങളിലൊക്കെ കോടിക്കണക്കിന് ഇവിടെ സാമ്പത്തിക സഹായങ്ങളാണ് ഗവൺമെന്റുകൾ നൽകുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ ചെലവാക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി വക മാറ്റി ചെലവഴിക്കാനോ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതേപോലെ നമ്മുടെ MLA അടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുൻ മാനേജറായിട്ടിരുന്ന സ്കൂളാണിത്. അവരുടെയൊക്കെ മുൻപിലാണ് ഇത്തരത്തിലുള്ള ഒരു വൈദ്യുതി ലൈൻ പോയിട്ടുള്ളതെന്ന് അവർക്കെല്ലാം അറിയാം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മിഥുൻ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. VS അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. ബുധനാഴ്ച രാവിലെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പൊതു അവധി. വിടവാങ്ങിയത് സമരപദങ്ങളിലെ സൂര്യൻ. 1964 CPM രൂപീകരിക്കാൻ നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ. ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന ജനനേതാവായിരുന്നു VS. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.